ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പല പേരുകൾ പറയും. ചിലവർ പറയും മഞ്ജു വാര്യർ, ചിലവർ പറയും നയൻതാര. ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവരെല്ലാം ലേഡി സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ഇവരെല്ലാം ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ മലയാള സിനിമയിൽ 80കൾ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാവുന്ന ഒരു പേര് ഞാൻ പേഴ്സണലി പറയും, അത് സീമയായിരുന്നു. അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ ഒറ്റയടിക്ക് ഒരു സ്റ്റാറായി. പിന്നീട് നമുക്കറിയാം, പ്രത്യേകിച്ച് ഐവി ശശിയുടെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ സീമ തിളങ്ങിയിരിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡ് വരെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് എന്റെ കയ്യിൽ 1981 ഒരു മാഗസീനിലെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് 3 ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, നായിക സീമ. എനിക്ക് തോന്നുന്നു വളരെ അപൂർവം നടിമാർക്ക് മാത്രമാണ്. ഇന്നൊക്കെ അങ്ങനെ എത്ര പേർക്ക് സാധിക്കണമെന്ന് അറിയില്ല. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ സംഭവം, സ്ഫോടനം, തുഷാരം 3 സിനിമകളെ പറ്റിയിട്ടുള്ളതാണ്. മലയാളത്തിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന 3 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് സംഭവം, സ്ഫോടനം, തുഷാരം. സംഭവം ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്നു. സ്ഫോടനം വിശ്വംഭരന്റെ കൈകളിൽ. തുഷാരം ഐവി ശശിയുടെ സംവിധാനത്തിലും. ഈ 3 ചിത്രങ്ങളിലെ നായിക സീമയാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സംഭവവും സ്ഫോടനവും മൾട്ടിസ്റ്റാർ ചിത്രങ്ങളായപ്പോൾ തുഷാരത്തിൽ ഐവി ശശി പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. സംഭവത്തിൽ സീമയോടൊപ്പം ശ്രീവിദ്യയും അംബികയും ഉള്ളപ്പോൾ സ്ഫോടനത്തിൽ ഷീലയും ശുഭയുമുണ്ട്. തുഷാരത്തിൽ പുതുമുഖമായ റാണി പത്മിനി മാത്രമാണ് സീമയ്ക്ക് കൂട്ട്. പൂർണ്ണമായും കാശ്മീരിൽ വെച്ച് ചിത്രീകരിക്കുന്ന ചിത്രമാണ് തുഷാരം. ഇതിൽ ഈ 3 സിനിമകളും അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്, അന്നത്തെ സൂപ്പർ സ്റ്റാർ സിനിമകളാണ്. സംഭവം പി ചന്ദ്രകുമാർ എന്ന ഹിറ്റ് മേക്കറുടെ അന്നത്തെ കാലത്ത് സുകുമാരനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സ്ഫോടനം സിനിമ അത് പി ജെ വിശ്വംഭരൻ സംവിധാനം ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ അന്ന് നായകൻ ജയനായിരുന്നു. ജയനും സുകുമാരനും ആയിരുന്നു. ജയന്റെ അപ്രതീക്ഷിത മരണം കാരണം ജയന് വെച്ചിരുന്ന റോള് സുകുമാരനും, പിന്നീട് സുകുമാരന് വെച്ചിരുന്ന റോളിലേക്ക് അന്ന് മേള എന്ന സിനിമയിലൂടെ യുവ താരമായി കയറി വന്നിരുന്ന മമ്മൂട്ടിക്ക് ആ വേഷം കിട്ടുന്നു. അങ്ങനെയാണ് മമ്മൂട്ടി ആ സിനിമയുടെ ഭാഗമാവുന്നത്. 1981 ജനുവരി 1 സ്ഫോടനം ആരംഭിക്കുന്നത്. അവിടെ വെച്ചാണ് മമ്മൂട്ടിനെ സീമ പരിചയപ്പെടുന്നതൊക്കെ സീമ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുഷാരം ഇതുപോലെ തന്നെ ജയന്റെ മരണം കാരണം, ജയൻ മരിച്ച ശേഷം ആ വേഷത്തിലേക്കാണ് രതീഷ് വരുന്നത്. അതും ഒരു സൂപ്പർ ഹിറ്റ് അതിഗംഭീര സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ 81 ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ 3 ബിഗ് ബഡ്ജറ്റ് സിനിമകളിലും 3 സംവിധായകർ ചെയ്യുന്ന സിനിമയിലും നായികയായിട്ട് സീമയാണ് എന്നുള്ളതാണ്. ഇതേപോലെ എത്ര പേർക്ക് ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഭാഗ്യം കിട്ടും. അറ്റ് എ ടൈം 3 സിനിമയൊക്കെ 3 ഗംഭീര സിനിമകൾ, 3 താരങ്ങളുടെ സിനിമകൾ വളരെ അപൂർവം പേർക്ക് മാത്രം പറ്റാവുന്ന ഒരു സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സീമ എത്രയോ നാളുകൾ സീമ അങ്ങനെ തിളങ്ങി നിന്നു. ഐവി ശശിയുടെ വിവാഹം കഴിച്ച ശേഷം ഇതിൽ പല സിനിമകൾ, ഇവിടെ തുഷാരൊക്കെ അഭിനയിക്കുമ്പോൾ ഐവി ശശി എന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇത് കഴിഞ്ഞിട്ട് എത്രയോ സിനിമകൾ സീമയുടെ മമ്മൂട്ടർ നായികയായിട്ടൊക്കെ ഒന്ന് സ്റ്റേറ്റ് അവാർഡ് വരെ ഐവി ശശി MT കൂട്ടിയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ 3 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ ഏതാണെന്നുള്ളത് നമുക്ക് കമന്റ് ചെയ്യുക.